CPMും CPIയും ഇപ്പോൾ നേരിടുന്നത് ഗുരുതര അസ്തിത്വ പ്രശ്നമാണെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. അത് ഇനിയും മനസ്സിലാക്കിയിട്ടില്ല എന്നതിൻ്റെ തെളിവാണ് LDFിൻ്റെ രാജ്യസഭാ സീറ്റ് നിർണയം. UDF ആപാദചൂടം പ്രീണിപ്പിച്ച് സ്വന്തം കക്ഷത്തിൽ വെച്ചിരുന്ന ന്യൂനപക്ഷ വോട്ടുകൾ എങ്ങനെയും പിടിച്ചടക്കാനുള്ള ആവശ്യത്തിലായിരുന്നു കുറേ കാലമായി ഇടതു നയരൂപീകരണക്കാർ. രക്തപതാക തലമുറകളായി നെഞ്ചിലേറ്റി ഈഴവാദി പിന്നോക്ക സമുദായവും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളും കാൽക്കീഴിൽ കിടക്കുമെന്ന ധാരണ ഈ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് ഫലത്തോടെ പൊളിഞ്ഞെന്നും വെള്ളാപ്പള്ളി നടേശൻ പറയുന്നു. പാർട്ടിയുടെ ഹിന്ദു വോട്ടുകൾ, പ്രത്യേകിച്ച് പിന്നോക്ക വോട്ടുകൾ BJPയിലേക്ക് പോയെന്ന് വിലപിക്കുമ്പോഴും രാജ്യസഭാ സ്ഥാനാർത്ഥി നിർണയത്തിൽ CPMും CPIയും അവരെ വീണ്ടും അവഗണിച്ചു. CPIയുടെ സീറ്റ് മുസ്ലിമിനും CPMൻ്റേത് ക്രൈസ്തവനും വിളമ്പി. UDF ആകട്ടെ പതിവ് പോലെ തന്നെ മുസ്ലിം ലീഗിന് സമർപ്പിച്ചു. രണ്ട് മുന്നണിയിലും ഭൂരിപക്ഷ സമുദായം പടിക്ക് പുറത്ത്. ഈ യാഥാർത്ഥ്യം തുറന്നു പറഞ്ഞതിനാണ് ഇപ്പോൾ ചില മുസ്ലിം സംഘടനകളും നേതാക്കളും SNDP യോഗത്തെയും തന്നെയും വർഗീയ പട്ടം ചാർത്തി ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാൻ ശ്രമിക്കുന്നതെന്നും വെള്ളാപ്പള്ളി. ഒരു മുസ്ലിം നേതാവ് നവോത്ഥാന സമിതി നേതൃസ്ഥാനം രാജിവെച്ചു. മറ്റു ചിലർ ധവളപത്രം ഇറക്കാൻ സർക്കാരിനെ വെല്ലുവിളിക്കുന്നു. ഇരട്ടമുഖമുള്ള ഈ മതേതരവാദികൾ ഗൾഫിൽ ചെല്ലുമ്പോൾ നടത്തുന്ന തീവ്രവാദ പ്രസംഗങ്ങളെല്ലാം കേരളം നവമാധ്യമങ്ങളിലൂടെ കണ്ടിട്ടുള്ളതാണ്. അവരാണ് യാഥാർത്ഥ്യം പറഞ്ഞതിനെ തന്നെ വിമർശിക്കുന്നതെന്നും വെള്ളാപ്പള്ളി പറയുന്നു. ഏറെക്കാലമായി ക്രൈസ്തവ മുസ്ലിം മതപ്രീണനം കോൺഗ്രസിൻ്റെ മാത്രം കുത്തകയായിരുന്നു. മുസ്ലിം ലീഗിൻ്റെയും കേരള കോൺഗ്രസിൻ്റെയും തടവറയിലായിരുന്നു കോൺഗ്രസ്. വിദ്യാഭ്യാസ, വ്യവസായ, പൊതുമരാമത്ത്, ധനവകുപ്പുകൾ പിടിച്ചുവാങ്ങി വേണ്ടപ്പെട്ടവരെ താക്കോൽ സ്ഥാനങ്ങളിൽ നിയമിച്ച് കേരളത്തിൻ്റെ പൊതുസ്വത്ത് സ്വന്തം മതക്കാർക്കായി അവർ വീതിച്ചു നൽകി. അതിൻ്റെ ഉന്നതി ഇരു മതക്കാർക്കും എല്ലാ രംഗത്തുമുണ്ടായി. പുറംപോക്കിലേക്ക് പോയത് ഹിന്ദുക്കളായിരുന്നു. ഇടതു ഭരണം വരുമ്പോൾ മാത്രമാണ് പിന്നോക്ക പട്ടിക വിഭാഗങ്ങൾക്ക് എന്തെങ്കിലും പരിഗണന ലഭിച്ചിരുന്നത്. കുറച്ചു നാളായി ആ പരിഗണനയും നഷ്ടമായെന്ന് വെള്ളാപ്പള്ളി പറയുന്നു. ഇടതുപക്ഷവും ന്യൂനപക്ഷ പ്രീണനം പ്രധാന അജണ്ടയാക്കി. ജീവിതകാലം മുഴുവൻ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചവരെ അവഗണിച്ച് ഇന്നലെ വന്ന ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വേണ്ടി പാർട്ടി പദവികൾ ഡബിൾ ട്രിപ്പിൾ പ്രമോഷനുകൾ നൽകി. നേതൃനിരയിലും സ്ഥാനമാനങ്ങളിലും ന്യൂനപക്ഷങ്ങൾ, പ്രത്യേകിച്ച് മുസ്ലിം നാമധാരികൾ നിറഞ്ഞു. പൗരത്വ നിയമത്തിനും ഏക സിവിൽസ് കോഡിനുമെതിരെയും പാലസ്തീൻ പ്രക്ഷോഭത്തിലും മുന്നിൽ നിന്ന് പോരാടിയത് CPM അണികളാണ്. സമൂഹ മാധ്യമങ്ങളിലൂടെയും അല്ലാതെയും ഹൈന്ദവ ബിംബങ്ങളെ അവഹേളിച്ചു. ഹൈന്ദവ സഖാക്കളുടെ മാത്രം മതബോധത്തെ നിഷേധിച്ച് മറ്റുള്ളവരുടേതിനെ പ്രോത്സാഹിപ്പിച്ചു. ഇതെല്ലാം പൊതുജനങ്ങൾക്കും മനസ്സിലായിട്ടുണ്ട്. മുസ്ലിം പ്രീണനം അതിരുവിട്ടപ്പോൾ ക്രൈസ്തവ അനുഭാവികളും CPMനെ നിരാകരിച്ചു. മലബാറിലെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ മുസ്ലിം ഇടവ് സ്ഥാനാർത്ഥികൾക്ക് വോട്ട് കുറഞ്ഞു. ആലപ്പുഴയിലെ സിറ്റിംഗ് MP ആയിരുന്ന AM ആരിഫിന് മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന മണ്ണഞ്ചേരി മേഖലയിൽ ലഭിച്ച വോട്ടുകളുടെ കുത്തനെയുള്ള ഇടവ് മറ്റൊരു സൂചനയാണ്. ഈഴവാദി പിന്നോക്ക വിഭാഗങ്ങളിൽ നിന്ന് നല്ലൊരു ശതമാനം ഇടതുമുന്നണിയെ കൈവിട്ടു. പ്രീണിപ്പിച്ച് വശത്താക്കാൻ നോക്കിയ മുസ്ലിം സമൂഹത്തിൻ്റെ വോട്ട് കിട്ടിയതുമില്ലെന്നതാണ് വസ്തുതയെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. സവർണ മേധാവിത്വത്തിനും അനീതിക്കുമെതിരെ തങ്ങൾക്കൊപ്പം നിന്ന പാർട്ടി കുറച്ചു കാലമായി സംഘടിത മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി നടത്തിവരുന്ന അതിരുവിട്ട പ്രീണന നയങ്ങൾ അവർ മനസ്സിലാക്കിയെന്നതിൻ്റെ തിരിച്ചറിവാണ് പാർട്ടി നേതൃത്വത്തിന് വേണ്ടത്. UDF LDF അച്ചുതണ്ടിൽ ഇതുവരെ കറങ്ങിയിരുന്ന കേരള രാഷ്ട്രീയത്തിലേക്ക് BJPയുടെ ശക്തമായ കടന്നുവരവിന് ഈ പാളിയതന്ത്രം വഴിയൊരുക്കി. ഇരു മുന്നണികളുടെയും ന്യൂനപക്ഷ പ്രീണന രാഷ്ട്രീയത്തിൽ ആര് ജയിച്ചു ആര് തോറ്റു എന്ന സംശയം വേണ്ട. തോറ്റത് ഹൈന്ദവരായ പിന്നോക്ക പട്ടിക വിഭാഗങ്ങളാണ്. മതേതരത്വത്തിൻ്റെ പേരിൽ ഇവർ കബളിപ്പിക്കപ്പെട്ടു. വേലി കെട്ടാനും അടുക്കളപ്പണിക്കും പിന്നോക്കക്കാരും, സദ്യ വിളമ്പുമ്പോൾ ഉണ്ണാനിരിക്കാൻ ന്യൂനപക്ഷങ്ങളും എന്നതാണ് കേരളത്തിലെ സ്ഥിതി. BJPയും ആ വഴിക്ക് നീങ്ങുന്നതിൻ്റെ ലക്ഷണങ്ങളിലാണ്. പിന്നോക്ക ജനതയെ അവഗണിച്ച് ക്രൈസ്തവ പ്രീണനത്തിൻ്റെ വഴിയിലേക്ക് നീങ്ങിയാൽ അവരുടെ കാൽക്കീഴിലെയും മണ്ണ് ഒലിച്ചു പോകുമെന്ന് ഉറപ്പാണെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. ശ്രീനാരായണ സർവകലാശാല ഉൾപ്പെടെ സംസ്ഥാനത്തെ 14 സർവകലാശാലകളിൽ VCമാരെ നിയമിച്ചപ്പോൾ ഈഴവ സമുദായം അവഗണിക്കപ്പെട്ടു. പബ്ലിക് സർവീസ് കമ്മീഷനിലെ 20 അംഗങ്ങളിൽ പിന്നോക്കക്കാരുടെ എണ്ണം നാമമാത്രം. 5 ദേവസ്വം ബോർഡുകളിലെ കാര്യവും സമാനമാണ്. R ശങ്കറിന് ശേഷം ഈഴവ സമുദായത്തിന് അനുവദിച്ച എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വിരലിലെണ്ണാൻ പോലുമില്ല. മുസ്ലിം ക്രൈസ്തവ വിഭാഗങ്ങൾക്ക് വാരിക്കോരി നൽകുകയും ചെയ്തു. സംസ്ഥാനത്തെ ദരിദ്രരിലും പുറമ്പോക്ക് കോളനി നിവാസികളിലും തൊഴിലുറപ്പുകാരിലും ഹരിത കർമ്മസേനയിലും ഭൂരിഭാഗവും പിന്നാക്ക പട്ടിക വിഭാഗക്കാരാണ്.
സംസ്ഥാനത്തിന്റെ പ്ലാൻ ഫണ്ട് ബോർഡിൽ 1% പോലും പിന്നോക്ക സമുദായ ക്ഷേമ വകുപ്പിന് നീക്കിവച്ചിട്ടില്ല. സംഘടിതരല്ലാത്തതും വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് ഇറങ്ങാത്തതുമാണ് അവരുടെ ശാപം. ഇടതുപക്ഷവും അവഗണിക്കുകയാണെന്ന പിന്നോക്ക പട്ടിക വിഭാഗക്കാരുടെ തിരിച്ചറിവിന്റെ പ്രതിഫലനമാണ് ഇത്തവണയും 20 സീറ്റിൽ 1 സീറ്റിൽ മാത്രം ഇടതുമുന്നണിയെ ഒതുക്കിയത്. ഈ തിരിച്ചറിവ് ഇടതുമുന്നണിക്കും CPM-നും ഉണ്ടായാൽ ഇപ്പോഴത്തെ പ്രതിസന്ധിയിൽ നിന്നും കരകയറാനാകും. പ്രീണന രാഷ്ട്രീയം ഉപേക്ഷിക്കണമെന്നതേയുള്ളൂവെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. ഇടതുമുന്നണിക്ക് തിരിച്ചു വരാൻ ഇനിയും സമയമുണ്ട്. പിന്നോക്ക വിഭാഗങ്ങളുടെ വിശ്വാസം വീണ്ടെടുക്കുക എന്നതാണ് ഒറ്റമൂലിയായ ഏക ഔഷധം. രാജ്യസഭാ സ്ഥാനാർത്ഥിത്വം ന്യൂനപക്ഷങ്ങൾക്ക് സംവരണം ചെയ്തതുപോലുള്ള നയങ്ങളുമായി ഇനിയും മുന്നോട്ട് പോവുകയാണെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്നും വെള്ളാപ്പള്ളി നടേശൻ പറയുന്നു.